പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് പാദവാർഷിക പരീക്ഷ 2ാം ക്ലാസ് അക്കീദ. പ്രധാനമായും കുട്ടികൾക്ക് നമ്മൾ എന്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം, ഏതൊക്കെ രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക, എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെയാണ്. വിശദമായ വിവരങ്ങൾ പറയുന്നതിന് മുന്നേ കഴിഞ്ഞ വർഷം നടന്ന പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ നമുക്ക് ഉത്തരസഹിതം ഒന്ന് പരിചയപ്പെടാം. തുടർന്നും മറ്റു വിഷയങ്ങളുടെ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായം അറിയിക്കാനും വിട്ടുപോകരുത് എന്ന് ഉണർത്തുന്നു. നമുക്ക് ചോദ്യം നോക്കാം. ഒന്നാമത് ചോദിച്ചിട്ടുള്ളത് ഈമാൻ കാര്യങ്ങളിൽ നിന്ന് വിട്ടത് പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തത് അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ നിങ്ങൾക്ക് കാണാം 6ാമത്തത് നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. ഇതിൻ്റെ ഇടയിലുള്ള 4 വിട്ടുപോയിട്ടുണ്ട്. അത് എഴുതി കൊടുക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കത് പഠിപ്പിച്ചു കൊടുത്താൽ മാത്രം പോരാ, അവരെ കൊണ്ട് എഴുതിപ്പിക്കുകയും വേണം. 2ാം ക്ലാസ് ആയതുകൊണ്ട് അറബി കൃത്യമായി എഴുതാൻ അവർ പഠിച്ചു വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായതുകൊണ്ട് ഇത് അവരെ കൊണ്ട് എഴുതിച്ച് പഠിപ്പിക്കുന്നത് നന്നാവും. 2ാമത്തത് അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക. 3ാമത്തത് അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുക. 4ാമത്തത് അള്ളാഹുവിൻ്റെ മുർസലുകളിൽ വിശ്വസിക്കുക. 5ാമത്തത് അവസാന നാളിൽ വിശ്വസിക്കുക. അപ്പോൾ ഇത് ക്രമപ്രകാരം പഠിപ്പിക്കുകയും എഴുതാൻ പഠിപ്പിക്കുകയും ചെയ്യുക. നമുക്ക് 2ാമത്തെ ചോദ്യം നോക്കാം. യോജിച്ചവ ചേർക്കാം എന്നതാണ് 2ാമത് വരുന്നത്. അതിൽ ബ്രാക്കറ്റിൽ മാത്രമേ നൽകുന്നത് കൂട്ടുകാരില്ല, ജീവിപ്പിക്കുകയും ആഹാരം സർവശക്തനാണ്. ഇങ്ങനെയാണ് ബ്രാക്കറ്റിലുള്ളത്. ഇതിൽ 1ാമത് വരുന്നത് എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നത് അള്ളാഹുവാണ്. അങ്ങനെയാണ് വരുന്നത്. 2ാമത്തത് അള്ളാഹു ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. 3ാമത്തത് എല്ലാ കഴിവുകളും നൽകുന്നത് അള്ളാഹുവാണ്. 4ാമത്തത് അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 5ാമത്തത് അള്ളാഹുവിന് കൂട്ടുകാരില്ല. 6ാമത്തത് അള്ളാഹു സർവശക്തനാണ്. ഈ വിഷയങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ബ്രാക്കറ്റിൽ എടുത്തെഴുതാനുള്ളതായതുകൊണ്ട് തെറ്റിപ്പോകുന്ന പ്രശ്നം വരികയില്ല. എന്നിരുന്നാലും ഈ ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിച്ച് അവർ കൃത്യമായി മറുപടി പറയുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. 3ാമത്തെ വരുന്നത് പൂർത്തിയാക്കാം എന്നുള്ളത്. അതിൽ 1ാമത്തെ ചോദ്യം ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ്. 2ാമത്തത് അള്ളാഹുവിനല്ലാതെ യാതൊന്നിനും ആരാധിക്കാൻ പാടുള്ളതല്ല, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. 3ാമത്തത് മുസ്ലിമീങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടും. 4ാമത്തത് മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സ്വർഗം നൽകും. ഇതൊക്കെ പാഠഭാഗങ്ങളിൽ വന്ന പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളാണ്. ഈ കണ്ടൻറ്റുകൾ കുട്ടികളെ പ്രത്യേകിച്ച് നമ്മൾ പഠിപ്പിച്ചാലേ ഇങ്ങനെ ചോദ്യം വന്നാൽ അവർക്ക് എഴുതാൻ കഴിയുകയുള്ളൂ. ആ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഉത്തരം എഴുതാം. 4ാമത്തത് അതിൽ 1 ആരാണ് മുസ്ലിമീങ്ങൾ? ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് മുസ്ലിമീങ്ങൾ. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ചെറിയ ഒരു ഷോർട്ടായിട്ടുള്ള നിർവചനമാണ് ഓരോന്നിനും കൊടുക്കുക. 2ാം ക്ലാസ് ആയതുകൊണ്ടാണത്. 2 മുഅ്മിനുകൾ എന്ന് പറയുന്നു ആർക്ക്? ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് മുഅ്മിനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മുതിർന്ന ക്ലാസ്സുകളിലാവുമ്പോൾ കുറച്ചും കൂടെ അർത്ഥ വിശാലത ഉള്ള രൂപത്തിലാണ് ഡെഫിനിഷൻ വരിക. 3ാമത്തത് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്? അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിനാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രൂപത്തിലാണ് അവരോട് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. പിന്നെ 5ാമത്തത് നോക്കി എഴുതാം. അത് നോക്കിയിട്ട് എഴുതാനുള്ള ഒരു ഇതാണ്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ഈ പറഞ്ഞ ഈ 3 ചോദ്യങ്ങൾ ഇപ്പോൾ അക്കീദയിൽ നിന്ന് അവർക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ 4ആണ്. ആ 4 പാഠങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണിത്. അപ്പോൾ ഇത് കുട്ടികളെ പ്രത്യേകമായിട്ട് നമ്മൾ പഠിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പർ മുഴുവനായിട്ട് വായിച്ചതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു ചോദ്യപേപ്പർ കൂടെ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അതും കൂടെ കമ്പയർ ചെയ്തിട്ട് കുട്ടികളെ പഠിപ്പിക്കുക. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക.